ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പലരുടെയും മനസ്സിൽ പലപ്പോഴായിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും. ലോകത്തിലെ ഏറ്റവും വലുതും റെസ്പെക്റ്റഡും ആയിട്ടുള്ള കാർ കമ്പനികളിൽ ഒന്നായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ കാർ കമ്പനിയായ ടൊയോട്ട എന്തുകൊണ്ടാണ് ഇലക്ട്രിക് വാഹന വിപ്ലവത്തിൽ മുൻനിരയിൽ ഇല്ലാത്തത്? പതിറ്റാണ്ടുകളുടെ വാഹന നിർമ്മാണ പരിചയം അവർക്കുണ്ട്, ആഗോളതലത്തിൽ സാന്നിധ്യമുണ്ട്, ഉൽപ്പാദന മികവിന് പേരും പെരുമയുള്ള കമ്പനിയാണ്. പക്ഷേ എന്നിരുന്നാലും ടെസ്ലയും BYD ഒക്കെ പോലെയുള്ള കാർ കമ്പനികൾ ഇലക്ട്രിക് കാർ വിൽപ്പനയിൽ സാങ്കേതിക വിദ്യയിലേക്ക് മുന്നോട്ട് വന്നപ്പോൾ ടൊയോട്ട ഇപ്പോഴും പിന്നിലാണ് എന്ന് പറയാം. ഒരു കാലത്ത് ഹൈബ്രിഡ് കാറുകളിലൂടെ വിപ്ലവം സൃഷ്ടിച്ച കമ്പനി ബാറ്ററി ഇലക്ട്രിക് വാഹനങ്ങളിലും അതേ നേട്ടം ആവർത്തിക്കുമെന്ന് മാർക്കറ്റൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല. പകരം അവർ ഹൈബ്രിഡ് മോഡലുകളിൽ തന്നെ ഒതുങ്ങി നിന്നു. ഈ പ്യുവർ ഇലക്ട്രിക് വെഹിക്കിളുകളിൽ അവർക്ക് ഇപ്പോഴും വളരെ ചെറിയ മാർക്കറ്റ് പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കാരണം റാഡിക്കലായിട്ടുള്ള മാറ്റങ്ങൾ സ്വീകരിക്കുന്നതിനെ തടയുന്ന എന്തെങ്കിലും ഫാക്ടർ ടൊയോട്ടയിലുണ്ടോ? അല്ലെങ്കിൽ ടൊയോട്ടയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ടൊയോട്ട പ്രൊഡക്ഷൻ സിസ്റ്റം ഉണ്ടല്ലോ, അതൊരു ബ്ലോക്കായിട്ട് മാറുന്നുണ്ടോ? ഇനി അതല്ല, ബാറ്ററി വാഹനങ്ങൾ മാത്രമല്ല മറ്റെന്തെങ്കിലും ടെക്നോളജികൾ ഭാവിയിൽ വരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അടുത്ത കുറച്ച് സമയം ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ ടൊയോട്ടയുടെ ഭൂതകാലം, അവരുടെ വർത്തമാനകാലം, അതുപോലെ തന്നെ അവരുടെ ഫ്യൂച്ചർ, അത് ഒരു പ്രഡിക്ഷൻ മാത്രമാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ടെസ്ലയും BYD പോലെയുള്ള വൻകിട കമ്പനികളുമായിട്ട് ടൊയോട്ടയെ നമുക്ക് താരതമ്യം ചെയ്യാം. ടൊയോട്ടയുടെ നേതൃത്വത്തിൻ്റെ നിലപാടുകൾ നമുക്ക് പരിശോധിക്കാം. കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ഇനി മുൻപോട്ട് പോകാൻ സാധ്യതയുള്ളത് എന്നതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് പേഴ്സ്പെക്റ്റീവ്സ് ഷെയർ ചെയ്യാം. ഇതെല്ലാം ചെയ്തു കഴിയുമ്പോൾ ഇലക്ട്രിക് വാഹന നിർമ്മാണത്തിൽ ടൊയോട്ട എങ്ങനെ പിറകിലായിപ്പോയി എന്നുള്ളത്, അല്ലെങ്കിൽ അവിടെ ഒരു വിടവ് എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങളൊരു ജോലിയോ ബിസിനസ്സോ ഒക്കെ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു കോമ്പറ്റേറ്റീവ് എഡ്ജ് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇന്നത്തെ ഒരുപാട് ജോബ് ഫംഗ്ഷൻസിൽ, ടാസ്കുകളിലൊക്കെ നിങ്ങൾക്ക് ഓട്ടോമേഷൻ ടൂളുകൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ എളുപ്പമാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കോഡിങ്ങോ മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയണമെന്നില്ല. ഒരുപാട് ടാസ്കുകൾ, ഒരു 80-ലധികം ടാസ്കുകൾ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടൂളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രോഗ്രാം ഇഡാപ്റ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിശദ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ടൊയോട്ട എന്തുകൊണ്ട് ഇലക്ട്രിക് വാഹന രംഗത്ത് മുൻനിരയിലില്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ ടൊയോട്ടയുടെ ഉത്ഭവത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ടൊയോട്ടയുടെ കഥ തുടങ്ങുന്നത് ഒരു തറിയിൽ നിന്നാണ്. ഒരു നൂറ്റാണ്ട് മുൻപ് അക്കിയോ ടൊയോഡയുടെ മുത്തച്ഛൻ നാക്കിച്ചി ടൊയോഡ ഒരു സവിശേഷമായിട്ടുള്ള തറി കണ്ടുപിടിച്ചു. നൂല് തീരുമ്പോൾ സ്വയം പുതിയ നൂല് നൽകാനും തുണിയിലെ പിഴവുകൾ കണ്ടെത്തിയിട്ട് യന്ത്രം താനെ നിർത്താനൊക്കെ കഴിവുള്ള ഈ യന്ത്രം ആധുനിക വ്യവസായ ഉൽപ്പാദനത്തിൻ്റെ ഒരു തുടക്കമായിരുന്നു. നഗോയയിലെ തറിശാലകളിൽ തുടങ്ങിയ ഈ സംരംഭം ആദ്യം കൽക്കരി കൊണ്ടാണ് പ്രവർത്തിച്ചിരുന്നത്. 1930കളുടെ അവസാനത്തോടെ എല്ലാ തറികളും ഇലക്ട്രിക് മോട്ടോറുകളിലേക്ക് മാറി. ഇത് അവയെ കൂടുതൽ കാര്യക്ഷമവും അറ്റകുറ്റപ്പണികൾ എളുപ്പമാക്കുകയൊക്കെ ചെയ്തു. സക്കിച്ചിയുടെ മകൻ കിച്ചിറോ ഈ അസംബ്ലി ലൈൻ പരിചയം ഉപയോഗിച്ച് ഒരു കാർ കമ്പനി തുടങ്ങി. 1950കളുടെ അവസാനത്തോടെ ടൊയോട്ട ആസ്ഥാനമാക്കിയിട്ടുള്ള നഗോയയിലെ ടൊയോട്ട സിറ്റി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. തുടർന്ന് ആഗോള വിപണിയിലെ ആധിപത്യവും ടൊയോട്ട നേടി. ഇന്ന് ടൊയോട്ട 2 പ്രധാന പില്ലറുകളിലാണ് നിലകൊള്ളുന്നത്. ഒന്നാമത്തേത് ടൊയോട്ട പ്രൊഡക്ഷൻ സിസ്റ്റം. നിരന്തരമായിട്ടുള്ള മെച്ചപ്പെടുത്തലുകൾ, കൈസൻ എന്നറിയപ്പെടുന്ന ഈ തത്വം അവരുടെ അസംബ്ലി ലൈനുകളെ ലോകപ്രശസ്തമാക്കി. എത്ര ചെറിയ ഘടകമായാലും അത് സമ്പൂർണ്ണതയിലേക്ക് എത്തുന്നത് വരെ മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. രണ്ടാമത്തേത് ഹൈബ്രിഡ് പവർ ട്രെയിൻ മേഖലയിലുള്ള അവരുടെ നേതൃത്വമാണ്. 25 വർഷത്തിലധികം മുൻപ് ടൊയോട്ട ലോകത്തിന് പ്രേസ് എന്ന അവരുടെ ഹൈബ്രിഡ് മോഡൽ അവതരിപ്പിച്ചു. ഇന്ധനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും അവരുടെ പുറത്തേക്ക് വരുന്ന മാലിന്യം കുറയ്ക്കുന്നതിനൊക്കെ ആയിട്ട് പെട്രോൾ എഞ്ചിനും ഇലക്ട്രിക് മോട്ടറും സംയോജിപ്പിച്ചിട്ടുള്ള ഒരു വാഹനമായിരുന്നു ഈ പ്രേസ് മോഡലുകൾ. അപ്പോൾ ഹൈബ്രിഡ് മോഡലുകൾ വാഹന വിപണിയിൽ വിജയിക്കുമോ എന്ന് ആർക്കും ഉറപ്പില്ലാതിരുന്ന ഒരു കാലത്ത് ഇത് വളരെ ബോൾഡായിട്ടുള്ളൊരു മൂവായിരുന്നു. എന്നാൽ ടൊയോട്ടയുടെ ഈ ബെറ്റ് വിജയിച്ചു. പ്രേസ് ഒരു ബെസ്റ്റ് സെല്ലറായിട്ട് മാറി. ഇന്ന് ടൊയോട്ട ലോകത്തിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാവാകാൻ ഈ 2 പില്ലറുകൾ പതിറ്റാണ്ടുകളായിട്ട് ടൊയോട്ടയെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. 2024 മാത്രം 11 മില്യൺ വാഹനങ്ങളാണ് ടൊയോട്ട വിറ്റിട്ടുള്ളത്. ടെസ്ല ഏകദേശം 1.8 മില്യണാണ്, BYD 4.3 മില്യണാണ്. അതിൽ 1.8 മില്യണാണ് BYDയുടെ ഇലക്ട്രിക് വാഹനങ്ങൾ വരുന്നത്. അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ടൊയോട്ടയുടെ അഡ്വാൻറ്റേജ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. നമ്മുടെ സ്ട്രോങ് പോയിന്റ്സ് തന്നെ ചിലപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിലെ പരിമിതികളായിട്ട് മാറാറുണ്ട്. നിലവിലുള്ള പ്രക്രിയകൾ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിനാണ് ടൊയോട്ട പ്രൊഡക്ഷൻ സിസ്റ്റം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഐട്രേഷനിലൂടെ അവരിങ്ങനെ സിസ്റ്റത്തെ ഇങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്ത് ഒരു പെർഫെക്ഷനിലേക്ക് കൊണ്ടുവന്നു എന്നെങ്കിൽ വേണമെങ്കിൽ പറയാം. എന്നാൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ ചിലപ്പോൾ ഈ പുതുതായിട്ട് തുടങ്ങേണ്ടതുണ്ട്. ടെസ്ലയും BYD ഒക്കെ ആക്ച്വലി ഇതാണ് ചെയ്തത്. ഈ വാഹനത്തിൻ്റെ സ്ട്രക്ചറിനോട് കൂടിയിട്ട് തന്നെ പ്രവർത്തിക്കുന്ന ബാറ്ററി പാക്കുകൾ രൂപകൽപ്പന ചെയ്യുക, ഇലക്ട്രിക് ഘടകങ്ങളെ ഒക്കെ മൊഡ്യൂളായിട്ട് സംയോജിപ്പിക്കുക, അല്ലെങ്കിൽ സീറ്റുകൾ നേരിട്ട് ബാറ്ററി പാക്കിലേക്ക്, ആ ഫ്രെയിമിലേക്ക് കണക്ട് ചെയ്യുന്ന രീതി, ഇങ്ങനെയൊക്കെയാണ്
എങ്ങനെയാണ് കാർ എങ്ങനെയാണോ നിർമ്മിക്കുന്നത്, അതിനൊരു സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനെല്ലാം തകർത്തെറിയുന്ന രീതിയിലുള്ള ഒരു റാഡിക്കലായിട്ടുള്ള മുന്നേറ്റങ്ങളാണ് ഈ കാർ കമ്പനികളൊക്കെ കൊണ്ടുവന്നത്. പരമ്പരാഗത കാറുകളിൽ ഉണ്ടായിരുന്ന ഏകദേശം 33,000 പാർട്സ് അവർ 11,000 പാർട്സ് ആക്കിയിട്ട് ഈ ടെസ്ലയും BYD ഒക്കെ മാറ്റി. ഒരുപാട് കമ്പൈനിങ്ങും മറ്റുമൊക്കെ ചെയ്തിട്ട് പല ആവശ്യമില്ലാത്ത പാർട്സുകൾ ഒഴിവാക്കിയിട്ട്, കാരണം ഇലക്ട്രിക് കാറുകൾക്ക് വൈബ്രേഷനും മറ്റു കാര്യങ്ങളൊക്കെ കുറവാണ്, മോട്ടറിന് വൈബ്രേഷൻ ഇല്ല. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ഒരു കാർ മാനുഫാക്ചറിങ്ങിൻ്റെ മൊത്തം രീതി തന്നെ ഈ ടെസ്ലയും BYD ഒക്കെ പൊളിച്ചെഴുതിയെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ടൊയോട്ടയുടെ അപ്രോച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പെട്രോൾ ഹൈബ്രിഡ് ലൈനുകളിൽ കൈസൻ നടപ്പിലാക്കിയിട്ട് ഇലക്ട്രിക് വാഹന അസംബ്ലി കൂടി ഉൾപ്പെടുത്താനാണ് ടൊയോട്ട ശ്രമിക്കുന്നത്. ഇലക്ട്രിക് ഡിസൈനിൻ്റെ സാധ്യതകൾ പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത ഒരു രീതിയാണ് ആക്ച്വലി നിലവിൽ ടൊയോട്ടയുടെ പ്രൊഡക്ഷൻ സിസ്റ്റം. ഇപ്പോഴും നന്നായി വിൽക്കുന്ന ഹൈബ്രിഡ് വാഹനങ്ങളിലുള്ള ലോങ് ടേം ഫോക്കസിൽ നിന്നാണ് ഈ ഡിസിഷൻ എടുക്കുന്നതിനുള്ള ഒരു റീസൺ ഉത്ഭവിക്കുന്നത്. എന്നാൽ അത് മാത്രമല്ല, ബാറ്ററി ഇലക്ട്രിക് വാഹനങ്ങൾ കൂടാതെ ഹൈബ്രിഡുകൾ, ഹൈഡ്രജൻ, സിന്തറ്റിക് ഇന്ധനങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഒരുപാട് സൊല്യൂഷൻസ് വരുന്ന ഒരു ഭാവിയിൽ ഫ്രണ്ട് റണ്ണർ ആവണം എന്നുള്ള ഒരു സ്ട്രാറ്റജി കൂടിയായിരിക്കണം ഒരു പക്ഷേ ടൊയോട്ട ഇത്തരത്തിലൊക്കെയുള്ള ആക്ഷൻസ് എടുക്കുന്നതിനുള്ള കാരണം. എന്നാൽ ബാറ്ററി ഇലക്ട്രിക് വാഹനങ്ങളുടെ വിപണി ഇങ്ങനെ മുന്നോട്ട് കുതിക്കുന്ന ഈ കാലത്ത് ടൊയോട്ടയുടെ തന്ത്രം ആക്ച്വലി വിവേകപൂർണ്ണമാണോ, അതോ അത് അവരെ പരിമിതപ്പെടുത്തുകയാണോ എന്നുള്ള ഒരു ചോദ്യം ബാക്കിയുണ്ട്. മറ്റ് കമ്പനികൾ, ഈ BYD, ടെസ്ലയും പോലെയുള്ള കമ്പനികളൊക്കെ എങ്ങനെയാണ് നിലവിൽ ഈ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് അടുത്തതായിട്ട് നോക്കാം. ടൊയോട്ട പിന്നിലാണെന്ന് കേൾക്കുന്നതും ആരൊക്കെയാണ് യഥാർത്ഥത്തിൽ മുന്നിലോടുന്നതെന്ന് കാണുന്നതും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവർക്കും അറിയാവുന്ന ആദ്യത്തെ പേര് ടെസ്ല ആയിരിക്കും. 2003 സ്ഥാപിതമായിട്ടുള്ള ടെസ്ല ഇന്ന് മറ്റ് മിക്ക വാഹന നിർമ്മാതാക്കളുടെയും കമ്പൈൻഡ് മൂല്യത്തേക്കാൾ മൂല്യമുള്ള ഒരു വലിയ കമ്പനിയാണ്. നമ്പേഴ്സ് വെച്ച് നോക്കുമ്പോൾ അവർ വളരെ കുറച്ച് കാറുകൾ മാത്രമേ നിർമ്മിക്കുന്നുള്ളൂ, എല്ലാം ഫുള്ളി ഇലക്ട്രിക്കുമാണ്. സോഫ്റ്റ്വെയർ ഇൻ്റഗ്രേഷൻ, സ്വന്തമായിട്ട് രൂപകൽപ്പന ചെയ്ത ബാറ്ററികൾ, സിംപ്ലിഫൈഡ് ആയിട്ടുള്ള വാഹനത്തിൻ്റെ സ്ട്രക്ചർ, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് ടെസ്ല കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഭാരവും ചിലവൊക്കെ കുറയ്ക്കുന്നതിനായിട്ട് ഡോർ ഹാൻഡിലുകൾ മുതൽ സീറ്റുകൾ എങ്ങനെ ഘടിപ്പിക്കണം എന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളെയും അവർ ട്രഡീഷണൽ കാർ നിർമ്മാണ രീതിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് റീഡൂ ചെയ്തതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമതായിട്ട് വരുന്ന ഒരു മേജർ പ്ലെയർ എന്ന് പറയുന്നത് ചൈനയിൽ നിന്നുള്ള BYD ആണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ ചൈനയ്ക്ക് പുറത്ത് വളരെ കുറച്ച് പേര് മാത്രമേ BYD കുറിച്ച് സംസാരിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് ഇലക്ട്രിക് ബസ്സുകളിലും അതുപോലെ തന്നെ യാത്രാ വാഹനങ്ങളിലൊക്കെ അവർ വേൾഡ് ലീഡേഴ്സാണെന്ന് തന്നെ പറയാം. സ്വന്തമായിട്ട് ബാറ്ററികളും മോട്ടോറുകളൊക്കെ നിർമ്മിക്കുന്നത് അവർ ചിലവ് കുറയ്ക്കുന്നതിനും ഇന്നൊവേഷനിലൊക്കെ അവർക്കൊരു മേൽക്കൈയൊക്കെ നൽകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മഹീന്ദ്രയുടെ BE6 വരെ ഈ BYDയുടെ ബാറ്ററിയാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ വലിയൊരു ശതമാനം പാർട്സും ഈ കമ്പനികൾ സ്വന്തമായിട്ട് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ടൊയോട്ടയുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ അവിടെ കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്. പ്രധാന ഭാഗങ്ങൾക്കായിട്ട് അവർ കൂടുതലും സപ്ലയർമാരെയാണ് ആശ്രയിക്കുന്നത്. ഈ സ്ട്രാറ്റജി ഇലക്ട്രിക് വാഹനത്തിൻ്റെ കാര്യത്തിൽ അവർക്കൊരു തടസ്സമാകുന്നുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യലായിട്ടുള്ള ഭാഗങ്ങളുടെ ഇൻറ്റേർണൽ ഡെവലപ്മെൻറ്റും അതിൻ്റെ ഇന്നൊവേഷനൊക്കെ ഫാസ്റ്റ് ആക്കുന്നത് ടെസ്ല, BYD പോലെയുള്ള കമ്പനികൾക്ക് അതിൻ്റെ എക്സ്പെൻസ് ഒരുപാട് കട്ട് ചെയ്യാൻ അവരെ സഹായിക്കുന്നുണ്ട്. നിലവിലെ ടൊയോട്ട മോഡലിന് ഇത് വളരെ ഒരു ട്രഡീഷണൽ ഇൻഡസ്ട്രിയും ഒരു മോഡേൺ ഇൻഡസ്ട്രിയും തമ്മിലുള്ള മാറ്റമാണ് കേട്ടോ. ഇപ്പോൾ ബാറ്ററി പാക്കിൻ്റെ ഡിസൈന്, മോട്ടറിൻ്റെ പ്രൊഡക്ഷൻ, സോഫ്റ്റ്വെയർ, ഈ കാര്യങ്ങളിലൊക്കെ ടൊയോട്ട പോലെയുള്ള ഒരു കാർ മേക്കർ ഇപ്പോഴും എന്താണ് ചെയ്യേണ്ടതെന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കമ്പനീൻ്റെ ഉള്ളിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് ടെസ്ലയും BYD ഒക്കെ ഒരുപാട് ദൂരം മുൻപോട്ട് പോയിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം ടൊയോട്ടയ്ക്ക് ഇനി ഈ ദിശയിൽ വരാൻ കഴിയില്ല എന്നൊന്നുമല്ല. വേൾഡ് വൈഡ് ആയിട്ട് ഒരുപാട് ഫാക്ടറികളും അത്യാവശ്യം നല്ല ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെയുള്ള കമ്പനിയാണ് ടൊയോട്ട. പക്ഷേ ടൈമാണ് ഈ വിഷയത്തിലൊക്കെയുള്ള ഒരു പ്രധാന പ്രശ്നം. ഹൈലി ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ സിസ്റ്റം അവർക്കുണ്ട് എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ടൊയോട്ടയ്ക്കുണ്ട്. പക്ഷേ ഡിസൈൻ പ്രിൻസിപ്പിൾസിൽ വലിയ മാറ്റങ്ങൾ വരുത്താതെ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് അത്ര എളുപ്പം വിജയകരമായിട്ട് ഈ സിസ്റ്റത്തെ പരിവർത്തനം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹൈബ്രിഡുകൾ, ഹൈഡ്രജൻ തുടങ്ങിയ ഉൾപ്പെടുന്ന ഒരു ബഹുമുഖ സ്ട്രാറ്റജി ഉണ്ടല്ലോ ടൊയോട്ടയുടെ ഫ്യൂച്ചറിലേക്ക്. ഈ ഒരു കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ടൊയോട്ട ഇത്തരത്തിൽ മുൻപോട്ട് പോകുന്നത്. അപ്പോൾ ആ മേഖലകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അടുത്തതായിട്ടൊന്ന് പരിശോധിക്കാം. ഭാവിയിൽ ഒരു സിംഗിൾ ടെക്നോളജി ഡൊമിനേറ്റ് ചെയ്യില്ല, പകരം മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് ഉണ്ടാകും എന്നുള്ളതാണ് ടൊയോട്ട ലീഡേഴ്സ്, പ്രത്യേകിച്ച് ചെയർമാൻ അക്കിയോ ടൊയോഡ വിശ്വസിക്കുന്നത്. ഈ കാഴ്ചപ്പാടിന് അദ്ദേഹത്തിന് ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു റീസൺ കൂടിയുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു കുടുംബ പാരമ്പര്യത്തിനപ്പുറം അദ്ദേഹം റേസിംഗ് കാറുകളുടെ ഒരു ആരാധകനാണ്. പെട്രോളിൻ്റെ മണോ ശബ്ദമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടിപ്പിക്കൽ ഐസ് എഞ്ചിൻ ഫാൻസ് ഉണ്ടല്ലോ, ആ കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ഹൈബ്രിഡുകൾ, പ്ലഗ് ഇൻ ഹൈബ്രിഡുകൾ, ഹൈഡ്രജൻ ഫ്യൂൽ സെല്ലുകൾ, ഈ ഫ്യൂലുകൾ എന്നിങ്ങനെ ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള ടെക്നോളജികളിൽ ടൊയോട്ട ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. ചിലർ
ചിലർ ഇതിനെ വളരെ ദീർഘവീക്ഷണമുള്ള ഒരു സമീപനമായിട്ട് കാണുമ്പോൾ, ചില ആൾക്കാർ ഇതിനെ വളരെ പെസിമിസ്റ്റിക് ആയിട്ട് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഇത്രയും സ്വീകാര്യത വരുന്ന ഒരു കാലത്ത് ടൊയോട്ട പിറകിലായി പോകാൻ ഇതൊരു കാരണമാവുന്നുണ്ട് എന്നുള്ളതും, ഇങ്ങനെ ഒരുപാട് ടെക്നോളജി ഒന്നും വേണ്ട, അതൊരു റിസോഴ്സ് വേസ്റ്റേജ് ആണ് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്തായാലും ടൊയോട്ടയുടെ ഒരു വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്ലോബൽ കസ്റ്റമേഴ്സിന് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള നീഡ്സ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം ചില പ്രദേശങ്ങളിൽ ഇപ്പോഴും ചാർജിങ് സൗകര്യങ്ങളില്ല, ഹൈബ്രിഡുകളായിരിക്കും ഇത്തരം സാഹചര്യത്തിൽ കൂടുതൽ പ്രായോഗികം. അതുപോലെ താങ്ങാവുന്ന വിലയ്ക്ക് വളരെ റിലയബിൾ ആയിട്ടുള്ള ടെക്നോളജി കൊടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ടൊയോട്ടയുടെ ഫോക്കസ്. അപ്പോൾ ടൊയോട്ട ആ മേഖലയിൽ തന്നെ ഫോക്കസ് ഇനിയും ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. 2023 ലെക്സസിൻ്റെ മുൻ മേധാവി കോജി സാറ്റോ CEO ആയിട്ട് ചുമതലയേറ്റപ്പോൾ 2026 1.5 മില്യൺ ബാറ്ററി ഇലക്ട്രിക് വാഹനങ്ങൾ ടൊയോട്ട വിൽക്കുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ അത് വെറും ഒരു സ്വപ്നം മാത്രമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. 2025 ഇപ്പം തന്നെ എന്തായാലും ആ ടാർഗറ്റ് ടൊയോട്ട അടിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. 2022 അവരുടെ ആദ്യ ആഗോള ഇലക്ട്രിക് മോഡലായിരുന്ന BZ4Xൻ്റെ ചക്രങ്ങൾ അയഞ്ഞു പോകുന്ന പ്രശ്നം കാരണം ആയിരക്കണക്കിന് വാഹനങ്ങൾ തിരിച്ചു വിളിക്കേണ്ടി വന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ഇലക്ട്രിക് മോട്ടോറുകൾ സൃഷ്ടിക്കുന്ന ടോർക്ക് എത്രമാത്രമാണ് എന്നുള്ളത് ടൊയോട്ടയുടെ എഞ്ചിനീയർമാർ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈ കാരണം കൊണ്ടാണ് അത്ര ടയറുകൾ ഊരിപ്പോകുന്ന പ്രശ്നം ഉണ്ടായിരുന്നത്. 2023 ജൂണിൽ സേഫ്റ്റി ഡാറ്റ ഫേക്ക് ചെയ്തതിൻ്റെ പേരിൽ ജപ്പാൻ്റെ ഗതാഗത മന്ത്രാലയം ടൊയോട്ടയ്ക്ക് താക്കീത് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമ്പനിയുടെ നിലവിലുള്ള സമീപനം നോക്കുമ്പോൾ നിലവിലുള്ള ഫാക്ടറികളിൽ ഇലക്ട്രിക് വാഹന നിർമ്മാണം കൂടി ഉൾപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള ഒരു മോഡലല്ല. ഉദാഹരണത്തിന് BZ4Xൻ്റെ ബോഡി ഫ്രെയിമിൽ ബാറ്ററി പാക്ക് ഘടിപ്പിക്കുന്നതിനായിട്ട് പ്രധാന അസംബ്ലി ലൈനിൽ നിന്ന് മാറ്റിയിട്ട് പിന്നീട് തിരികെ കൊണ്ടുവരേണ്ടതായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. ഇത് കാരണം കൂടുതൽ സമയം വേണം, കൂടുതൽ സ്ഥലം വേണം. ഇതൊക്കെ ടൊയോട്ടയ്ക്ക് ഒരു പ്രശ്നമാണ്. പക്ഷേ ടൊയോട്ട ഇവിടെ ഒന്നും സ്റ്റക്കായിട്ട് നിൽക്കുന്നൊന്നുമില്ല. ചൈനയിൽ ഫുള്ളി ഇലക്ട്രിഫൈഡ് ആയിട്ടുള്ള ലെക്സസ് മോഡലുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പുതിയ പ്ലാന്റ് സ്ഥാപിക്കാൻ ചർച്ചകൾ ടൊയോട്ട തുടങ്ങിയിട്ടുണ്ട്. അക്കിയോ ടൊയോട്ടയുടെ മകൻ ദൈസുക്കെ സെൽഫ് ഡ്രൈവിംഗ് സാങ്കേതികവിദ്യയും മറ്റ് ദീർഘകാല ലോങ് ടേം പ്ലാനുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു സബ്സിഡറിയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ ടൊയോട്ടയ്ക്ക് ഇത്തരം വിഷയങ്ങളിലൊക്കെ ലോങ് ടേം പ്ലാനുകളൊക്കെ ഉണ്ട്. പക്ഷേ കറൻ്റ്ലി അവർ ഒരുപാട് ഡൈവേഴ്സിഫൈഡ് ആണ് എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഈ ഒരു നിർണായകമായിട്ടുള്ള വികസനം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ടൊയോട്ടയുടെ ഈ സ്ട്രാറ്റജി എത്രമാത്രം അവരെ മുൻപോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ അത് അവരെ പിന്നോട്ട് വലിക്കുന്നുണ്ടോ? ഇനി അതല്ല, ഇലക്ട്രിക് വാഹനങ്ങളുടെ വളർച്ച നിലച്ചാലോ, പെട്ടെന്ന് ഹൈഡ്രജൻ പോലെയുള്ള ടെക്നോളജികൾ പ്രാവർത്തികമായാലോ, ഇത് കാരണം ഉണ്ടാകുന്ന ഒരു മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ. ഈ വിഷയത്തിൽ ടൊയോട്ടയ്ക്ക് അവരുടെ ഈ സ്ട്രാറ്റജി കാരണം ഒരു മേൽക്കൈ ലഭിക്കാൻ അത് കാരണമാവോ? ഇതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ടൊയോട്ടയുടെ ഭാവി പ്ലാനുകളും പോസിബിലിറ്റികളൊക്കെ നമുക്ക് അടുത്തതായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. ഒരേ സമയം പല സാങ്കേതിക വിദ്യകളിൽ നിക്ഷേപിക്കുമ്പോൾ ഈ കാരണം കൊണ്ട് ഏതെങ്കിലും വിഷയത്തിലുള്ള ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റുകൾ സ്ലോ ആകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇൻ കേസ് മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി ഉണ്ടാവുക, പ്രത്യേകിച്ച് ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിലൊക്കെ ഒരുപാട് ഫ്യൂവൽ സെല്ലുകൾ, ഹൈഡ്രജൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടെക്നോളജികളെ കുറിച്ച് ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ടൊയോട്ടയുടെ ഈ ഒരു സ്ട്രാറ്റജി വിജയിച്ചേക്കാം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഭാവിയിൽ ടൊയോട്ടയ്ക്ക് സ്വീകരിക്കാൻ സാധ്യതയുള്ള ഒരു 4 പാതകൾ, അല്ലെങ്കിൽ അവർ മുൻപോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു ഓപ്ഷൻസ് നമുക്ക് അടുത്തതായിട്ട് പരിശോധിക്കാം. ഒന്നാമത്തേത് റാപ്പിഡ് ആയിട്ടുള്ള EV പിവറ്റിംഗ് ആണ്. ടൊയോട്ട പെട്ടെന്ന് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക് വാഹന പ്ലാറ്റ്ഫോമിൽ വൻ തോതിൽ നിക്ഷേപം നടത്തും. എന്നിട്ട് പുതിയ ഫാക്ടറികൾ നിർമ്മിക്കുകയോ നിലവിലുള്ളവയെ കംപ്ലീറ്റ് ആയിട്ട് റിനോവേറ്റ് ചെയ്യുകയോ അവർ ചെയ്യും. എന്നിട്ട് മികച്ച ഇലക്ട്രിക് ഡ്രൈവ് ട്രെയിൻ എഞ്ചിനീയർമാരെ നിയമിച്ച് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള, ബാറ്ററിയാണുള്ള അടുത്ത ഒരു മേജർ ഇൻഗ്രീഡിയൻറ്റ്, ബാറ്ററി കൊളാബറേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അവർ ദീർഘദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന താങ്ങാവുന്ന വിലയിലുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ മാർക്കറ്റിൽ ഇറക്കും. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ബാറ്ററി കമ്പനി അവർ നേരിട്ട് വാങ്ങുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് പങ്കാളിത്തം സ്ഥാപിക്കുകയോ പോലും ചെയ്തേക്കാം. ഈ സാഹചര്യത്തിൽ ടൊയോട്ട അവരുടെ ഉൽപ്പാദന മികവും വൻ തോതിലുള്ള ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉപയോഗിച്ച് നിലവിലുള്ള അവരുടെ ഗ്യാപ്പൊക്കെ നികത്തിയിട്ട് ടെസ്ലയോടും BYDയോടും നേരിട്ട് മത്സരിക്കുന്ന ഒരു സിനാരിയോ, ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള പോസിബിലിറ്റി ഉള്ള ഒരു സിനാരിയോ ആണ്. പക്ഷേ ചാൻസസ് കുറവാണ്. രണ്ടാമത്തെ അപ്രോച്ച് ആയിരിക്കും എനിക്ക് കൂടുതൽ സാധ്യത എന്ന് തോന്നുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൊയോട്ട അവരുടെ കറൻറ്റ് രീതിയിലുള്ള മൾട്ടി പ്രോങ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജിയുമായിട്ട് മുൻപോട്ട് പോകുന്നു. എന്നാൽ കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉൽപ്പാദനം സാവധാനം ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നു. ഹൈബ്രിഡ് കാറുകളും സെയിം ടൈമിൽ ഫോക്കസ് ചെയ്യും. എന്നിട്ടോ നന്നായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള കുറച്ച് പുതിയ ഇലക്ട്രിക് മോഡലുകൾ കൂടെ അവർ സാവധാനം മാർക്കറ്റിൽ അവതരിപ്പിക്കും. കാലക്രമേണ ബാറ്ററിയുടെ ചെലവ് ഇങ്ങനെ കുറയുന്നതിനനുസരിച്ചിട്ട് ടൊയോട്ടയുടെ ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതൽ ആകർഷകമാകും. അപ്പോൾ അവരൊരിക്കലും ഈ മേഖലയിൽ ആധിപത്യം നേടുന്നില്ലെങ്കിലും ഈ മേഖലയിൽ ഒരു കൺസിസ്റ്റൻറ്റ് പ്ലെയർ ആയിട്ട് അവരിങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ ഈ നിസാൻ, ഹോണ്ട പോലുള്ള കമ്പനികളിൽ നിന്നൊക്കെ, മാത്രമല്ല ഈ ചൈനീസ് കാർ മേക്കേഴ്സ് ഇപ്പോൾ ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കൊക്കെ വരുന്നുണ്ടല്ലോ, ഇവരിൽ നിന്നൊക്കെ മാർക്കറ്റ് ഷെയർ സംരക്ഷിക്കാൻ ഈ ഒരു സ്ട്രാറ്റജി ടൊയോട്ടയെ സഹായിച്ചേക്കാം. അവരുടെ കയ്യിലുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് പിന്നോട്ട് പോകലാണ്. ഹൈബ്രിഡുകളിലും ഹൈഡ്രജനിലൊക്കെയുള്ള അവരുടെ നിലവിലെ കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് ഇനിയും കുറേ കാലം മുൻപോട്ട് പോവാം. എന്നിട്ട് അതുവഴി ഈ
ഇലക്ട്രിക് കാറുകളിൽ ആധിപത്യം നേടാനുള്ള ഓപ്പർച്യൂണിറ്റി അവർ കംപ്ലീറ്റ് ആയിട്ട് മിസ് ചെയ്യുക. ആ ബസ് ബേസിക്കലി അവർ മിസ് ചെയ്യുക. അപ്പോൾ എമിഷൻ റൂൾസ് എന്തായാലും ഗ്ലോബലി ഈ ടൈം പീരീഡിൽ കർശനമാകും. എതിരാളികൾ കുറഞ്ഞ വിലയിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന ഇലക്ട്രിക് കാറുകൾ കൊണ്ട് ഈ സമയം വിപണി നിറയ്ക്കും. അത് ടെസ്ല ആണെന്നുണ്ടെങ്കിൽ, BYD ആണെന്നുണ്ടെങ്കിൽ, ഇനി ഇതുപോലെയുള്ള മറ്റ് ചൈനയിൽ നിന്ന് തന്നെ ഒരുപാട് കമ്പനികളുണ്ട്. ഇവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ടൈം കൊണ്ട് മാർക്കറ്റിനെ ഫില്ല് ചെയ്യും. അപ്പോൾ ടൊയോട്ടയുടെ ബ്രാൻഡിൻ്റെ പവർ അവരെ കുറച്ച് കാലം കൂടെയൊക്കെ നിലനിർത്തും. എന്നാൽ ടെസ്ലയിൽ നിന്നോ അല്ലെങ്കിൽ ചൈനീസ് ബാറ്ററി നിർമ്മാതാക്കളിൽ നിന്നൊക്കെ ടൊയോട്ടയ്ക്ക് പിന്നീട് ഒരു മാർക്കറ്റിൽ ഒരു ഇമ്മിനൻ്റ് ഡേഞ്ചർ വരുമ്പോൾ അവർക്ക് ടെക്നോളജി പിന്നീട് ലൈസൻസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് അവരുടെ പ്രോഫിറ്റബിലിറ്റിയെയും അവരുടെ നിലവിലുള്ള ഫ്രീഡത്തെയൊക്കെ കാര്യമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള ഒരു പ്രോബ്ലമാണ്. നാലാമത്തെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ബ്രേക്ക് ത്രൂ ഇന്നോവേഷൻ ടൊയോട്ട കൊണ്ടുവരുന്നു. ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വഴിത്തിരിവിൽ ടൊയോട്ട സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പുതിയ സാങ്കേതിക വിദ്യയിൽ അവർ ഒരുപാട് ദൂരം മുൻപോട്ട് പോകുന്നു. അപ്പോൾ നിലവിലുള്ള ബാറ്ററിയുടെ കെമിക്കൽ കോമ്പോസിഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മറികടന്നിട്ട് ടൊയോട്ടയുടെ റിസർച്ച് വഴി ടൊയോട്ട ഒരുപാട് മുൻപിലെത്തുകയാണ്. പക്ഷേ നിലവിലുള്ള ടൊയോട്ടയുടെ ഈ മേഖലയിലുള്ള റിസർച്ച് നോക്കുമ്പോൾ അതിനുള്ള സാധ്യതകൾ കുറവാണെന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ട് നമുക്ക് തള്ളിക്കളയാനൊന്നും പറ്റില്ല. ഈ സ്ട്രാറ്റജി വിജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മുൻപ് പ്രൈസ് മാർക്കറ്റിൽ ഇറക്കിയിട്ട് അവരൊരു മാർക്കറ്റ് ഷെയർ നേടിയെടുത്ത പോലെ മത്സരത്തെ കംപ്ലീറ്റ് ആയിട്ട് ടൊയോട്ടയ്ക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ പുനഃക്രമീകരിക്കാൻ ഈ ഒരു കാരണം കൊണ്ട് ടൊയോട്ടയ്ക്ക് സാധിച്ചേക്കാം. അപ്പോൾ ഈ പറഞ്ഞതിൽ ഏത് സാധ്യതയാണ് കൂടുതൽ സംഭവിക്കാൻ ചാൻസ് ഉള്ളത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല. അപ്രതീക്ഷിത നീക്കങ്ങളിൽ ടൊയോട്ടയ്ക്ക് നല്ല ഒരു ഹിസ്റ്ററി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ മുന്നേറ്റം ടൊയോട്ടയുടെ ഭാഗത്ത് നിന്ന് ഈ ഇൻഡസ്ട്രിയിൽ ഇനി ഭാവിയിൽ വരും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഉൾക്കൊള്ളാനോ തള്ളാനോ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ടെസ്ലയ്ക്കും BYDക്കും ഒക്കെ നിലവിൽ ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ഷെയർ ഉണ്ട്. മാത്രമല്ല അവർ മാർക്കറ്റുകൾ നന്നായിട്ട് മുൻപോട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. ടൊയോട്ട നിലവിൽ ഈ ചിത്രത്തിൽ എവിടെയും ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇലക്ട്രിക് കാറുകൾ വേഗത്തിൽ മുഖ്യധാരയിലേക്ക് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യൂറോപ്പ്, ഈവൻ ഏഷ്യയുടെ ചില ഭാഗങ്ങളിലൊക്കെ, നോർത്ത് അമേരിക്കയിൽ ഇവിടെയൊക്കെ സർക്കാരുകൾ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിനുകൾ ഘട്ടം ഘട്ടമായിട്ട് നിർത്തലാക്കുന്നതിനുള്ള സമയപരിധിയൊക്കെ നിശ്ചയിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതേസമയം ഇലക്ട്രിക് വണ്ടികളുടെ ചാർജിങ് നെറ്റ്വർക്ക് ലോകത്തെല്ലാ ഭാഗത്തും ഒരുപാട് സ്റ്റാർട്ടപ്പുകളൊക്കെ വന്നിട്ട് ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള ഡെവലപ്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. ബാറ്ററിയുടെ കോസ്റ്റിൽ ഇതുപോലെ പ്രൈസ് റിഡക്ഷൻ ട്രെൻഡുകളും നമുക്ക് കാണാൻ സാധിക്കും. ടൊയോട്ട എന്ന ബ്രാൻഡിനെയും അവരുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലും ലോകത്തെമ്പാടും ഒരുപാടുണ്ട്. പക്ഷേ നിലവിലുള്ളൊരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റ് എമർജിങ് ട്രെൻഡായി ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഇലക്ട്രിക് കാർ വിപണിയിൽ നിലവിൽ ടൊയോട്ട ഒരു മാർക്കറ്റ് പ്ലെയർ പോലും അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ടൊയോട്ടയെ സ്നേഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ട്രസ്റ്റഡ് ബ്രാൻഡായിട്ടുള്ള ടൊയോട്ട ഈ മാർക്കറ്റിൽ എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നമാണ്. വരുന്ന ദിനങ്ങളിൽ ടൊയോട്ടയുടെ സ്ട്രാറ്റജിയാണോ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ BYD പോലെയുള്ള ഇലക്ട്രിക് ഫസ്റ്റ് കാർ കമ്പനികളായിരിക്കും മുൻപോട്ട് വരിക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടുന്ന ചോദ്യമാണ്.